ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ കമ്പനി നല്ല രീതിയിൽ വളരെ ഫോക്കസ് സെൽ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്പനി ഏതാണ്ട് 60-ൽ പരം യൂണിറ്റ് ഈ ഒരു പ്രോജക്റ്റിൽ വിറ്റയച്ചിട്ടുണ്ട്. ഏതാണ്ട് 8 യൂണിറ്റോളം ഞാനും വിറ്റിട്ടുണ്ട്. ഇപ്പോഴും 1-2 യൂണിറ്റ് ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്രത്തോളം ഫോക്കസ് സെൽ ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. കാരണം ലൊക്കേഷൻ വൈസ് വളരെ പൊട്ടൻഷ്യലാണ്. ഷെയ്ഖ് സായിദ് റോഡിന്റെയും യു എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. കാണാൻ പറ്റും ഇതിന്റെ ചുറ്റും ഒരുപാട് ബിസിനസ് ഇൻഡസ്ട്രീസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ റെന്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പം ഞാൻ എന്തിനാ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്നതെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷന്റെ അപ്ഡേറ്റ്സ് നമ്മളെ ക്ലയന്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ഡെവലപ്പർ ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദുബായിൽ എങ്ങനെയാണ് പ്രോപ്പർട്ടി വാല്യൂ അപ്രീഷിയേറ്റ് ആകുന്നില്ല, പ്രോപ്പർട്ടി വാല്യൂ കൂടുന്നതെന്നുള്ളത് അത് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രൈസും ഈ ഒരു പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന പ്രൈസും ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കമ്പാരിസൺ ചെയ്ത് കാണിച്ചു തരാം. 6 മാസം മുമ്പ് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ 1 ബെഡ്റൂമിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് 8,80,000 ദിർഹംസ് മുതലായിരുന്നു. എല്ലാ യൂണിറ്റും ഏതാണ്ട് 750 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ബെഡ്റൂമിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.3 മില്യൺ ആയിരുന്നു. സൈസ് ഏതാണ്ട് ക്ലോസ് ടു 1,200 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പുതുതായി മറ്റൊരു ഡെവലപ്പർ ലോഞ്ച് ചെയ്ത അവിടെ വരുന്ന പ്രോജക്റ്റിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1 മില്യൺ 1.1 മില്യൺ ആണ്. സൈസ് ആണെങ്കിൽ 660 മുതലാണ് സൈസ് വരുന്നത്. 2 ബെഡ്റൂമിന്റെ പ്രൈസ് ആണെങ്കിൽ 1,240 സ്ക്വയർ ഫീറ്റുള്ള 2 ബെഡ്റൂമിന് പ്രൈസ് വരുന്നത് 1.9 മില്യൺ മുതലാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ലോഞ്ച് ചെയ്ത പ്രോജക്റ്റിന്റെ പ്രൈസും ഒരു 6 മാസം മുമ്പാണ് ഇത് ലോഞ്ച് ചെയ്തെങ്കിൽ 6 മാസത്തിന് ശേഷം ഇവിടെ ലോഞ്ച് ചെയ്യുന്ന പ്രോജക്റ്റിന്റെ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പം മനസ്സിലായിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതോറും പ്രൈസ് മേലോട്ട് പോവുകയോ ഒരിക്കലും താഴോട്ട് വരും പ്രോപ്പർട്ടി വാങ്ങാനുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ നിൽക്കൽ കാലാകാലം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കലേ ഉണ്ടാവും. നിങ്ങൾ ഒരു കാരണവശാലും പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റൂല നിങ്ങൾക്ക്.